കൊച്ച് അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവൻ്റെ ആ ഒരു രൗദ്രഭാവം കാണുമ്പോൾ പേടിക്കുന്നു എന്ന് പറയും. അപ്പൊ അതൊന്നും മനസ്സിലാവാത്തവരാണോ ഈ മീൻ ഫൈറ്റിനെ കുറിച്ച് സംസാരിച്ചത്? ഒരു തീവ്രതയുണ്ട് ഭയങ്കര. ഇപ്പൊ ഞാനാണേലും ചന്തുവിന്റെ ഫേസ് നോക്കി ഇവിടെ ഇല്ലെന്ന് പറയുന്ന ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് സീൻ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? അങ്ങനെ പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഞാനല്ല. അപ്പോൾ ഈ ചോറും ഒക്കെ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ പിഴിഞ്ഞ സമയത്ത് ബ്ലഡ് വന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും ഫുള്ള് നിറഞ്ഞിരുന്നിട്ട് ബ്ലഡ് വന്നു. ആ മൂക്കിപ്പോഴും തുറന്നിട്ടില്ല, അല്ല അടഞ്ഞിരിക്കുകയാണ്. അതെ അതെ. അക്കരക്കര സിനിമയ്ക്കകത്ത് ലാലേട്ടനോട് ശ്രീനേട്ടൻ ചോദിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം. അതായിരുന്നു അവസ്ഥ. ഞങ്ങൾ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്നിട്ട് ഭയങ്കര ലോജിക്കും മാജിക്കും പ്രതീക്ഷിച്ച് പേനയും പേപ്പറുമായിട്ട് ആരും വരരുത്. ഇതിൽ മെൻഷൻ ചെയ്യാത്തൊരു പേരുണ്ട്, നമ്മുടെ മെയിൻ വില്ലൻ ചന്തു. ഇവിടെ നായകനെ പോലെ തന്നെ വില്ലനും എത്തിയിട്ടില്ല. ഇതുപോലെ ഇവർക്ക് ഇപ്പൊ പരിക്ക് കിട്ടിയതൊക്കെ പറഞ്ഞു. വില്ലന്റെ കൂടെ നിന്ന വില്ലന്മാർക്ക് പരിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചന്തുവിന്റെ ഇതിലെങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? അവന് പരിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇടി കിട്ടിയതൊക്കെ വളരെ സേഫായിട്ടാണ്. പുള്ളി എടുക്കുമ്പം നമ്മൾ പേടിക്കുമെങ്കിലും, നമ്മളിപ്പോൾ ഇവർ കിണറ്റിൽ വരുന്ന സീക്വൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പേടിച്ചെങ്കിലും ആ പുള്ളി അത് ഭയങ്കര സേഫായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണത്. അങ്ങനെ ഒരു മേജർ അപകടം ആകപ്പെടില്ല. എനച്ചേച്ചിയുടെ അത് ഒരിക്കലും വെറുതെ ഒന്ന് തള്ളിയപ്പോഴേക്കും പോയി കൈ കുത്തിയിട്ട് ഒന്ന് കൈ ഫ്രാക്ചറായി എന്നുള്ളത് ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു മേജർ അപകടമൊന്നും നമ്മുടെ സെറ്റിലുണ്ടായില്ല. അപ്പോൾ ചന്തുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ ഈ സിനിമയിലേക്ക് ചന്തു സലീംകുമാർ, അപ്പോൾ അവൻ അനിയനെ പോലെയാണ്. നമ്മൾ ഫാമിലി ആണ്. സലീമേട്ടൻ എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ അവനെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അപ്പം ഈ സിനിമ സംഭവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യ കഥ പറയുമ്പോൾ തൊട്ട് അവൻ കൂടിയുള്ളതാണ്. അവൻ്റെ പേര് കണ്ടിട്ടാണ് ഞാൻ ഇടിയൻ ചന്തു അല്ലെങ്കിൽ ചന്തു എന്നുള്ള പേര് നായകന് കൊടുത്തത്. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ ഘട്ടത്തിലും കൂടിയുള്ള ഒരാളാണ്. പിന്നെ വില്ലൻ കഥാപാത്രം ചെയ്യാനായിട്ട് അവനെടുത്ത ഒരു എനർജി അല്ലെങ്കിൽ അവൻ എടുത്തൊരു സ്പേസ്, അത് അവൻ്റെ കരിയറിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ ഫ്യൂച്ചറിൽ. ചേച്ചിയുമായിട്ട് ഓപ്പോസിറ്റ് ചന്തു വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഡയലോഗ് സീക്വൻസ് ഉണ്ട്. അപ്പം ചേച്ചിയുടെ മോളായിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു കൊച്ചാണ്. അപ്പം 20-25 ടേക്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ചന്തുവിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള ഇത്. അങ്ങനെ കുറേ ടേക്ക് കഴിഞ്ഞപ്പോൾ കൊച്ചിത് ഓക്കെ ആക്കിയിട്ട് അപ്പോൾ അത്രയും തെറ്റിക്കുന്നൊരു കുട്ടിയൊന്നുമല്ല. ഞാൻ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് കൊച്ചിനോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ മോക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ ചേട്ടനെ കണ്ടിട്ട് പേടിയാവണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പരിപാടി വർക്കായി. അവൻ്റെ 4 ക്ലോസപ്പ് കാണിച്ചാൽ തന്നെ സ്ക്രീനിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ കൊച്ച് അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവൻ്റെ ആ ഒരു രൗദ്രഭാവം കാണുമ്പോൾ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തീവ്രതയുണ്ട് ഭയങ്കര. ഇപ്പൊ ഞാനാണേലും ചന്തുവിന്റെ ഫേസ് നോക്കി ഇവിടെ ഇല്ലെന്ന് പറയുന്ന ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് സുരേഷ് ഗോപിയൊക്കെ കയറിയിട്ടുണ്ട്. കവളൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഇപ്പം ഞാൻ മൾട്ടിക്യാം യൂസ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ റിയാക്ഷനും ഒരേ സമയം എടുക്കും. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും ഇപ്പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്. അപ്പോൾ ചന്തു അത്രയും പവർഫുള്ളായിട്ട് ഓപ്പോസിറ്റ് നിന്നപ്പോൾ ചേച്ചിയുടെ മുഖത്തും അതിലപ്പുറത്തൊരു സാധനം റിഫ്ലക്ഷൻ കിട്ടി. അതൊക്കെ ഭയങ്കര ലക്കി ഷോട്ട്സ് ആണ്. ഞാൻ ചന്തുവിന്റെ ഫേസ് അല്ലേ ഒരു ഭയങ്കര ഒരു കാഴ്ചക്കാരിയായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിലാണ് നടക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട് ഒരെണ്ണം എടുത്ത് അടിക്കട്ടെ അടിച്ച ഞാൻ ചോദിച്ചിട്ടോ ഒരെണ്ണം ചെയ്യാൻ ഇഷ്ടമുണ്ടോ? അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾ ഈ കാണുന്ന ഞാനല്ല. ഒരു തല്ലണോ കൊല്ലണോ ഈ ഒരു +2 കാലഘട്ടം ആണ് വരുന്നത്. അപ്പം നമ്മൾ അതിൽ അഭിനയിച്ച എല്ലാവരും അതെ, ഇപ്പോൾ മെയിൻ ക്യാരക്ടർ അഭിനയിച്ച എല്ലാവരും +2 പ്രായത്തിനേക്കാൾ കൂടുതലുള്ളതാണ്. അപ്പോൾ എല്ലാ രീതിയിലും അതിൻ്റെ മാറ്റം വരുത്തണം. ശാരീരികമായിട്ടും ഫിസിക്കലും അതെ, പിന്നെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ജസ്റ്റേഴ്സിനും ഒക്കത്തിലാണ് ഒരു കുട്ടിത്തം സാധനം കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഡയറക്ടർ അതിനുവേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ സ്വയം ചെയ്തു? ക്യാരക്ടറിന് വേണ്ടി ഈ കരാട്ടേക്ക് പഠിക്കുക അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനപ്പുറത്ത്
+2 കാര്യാവാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല തോന്നുന്നില്ലേ? ശരിക്കും ഈ അല്ല ഈ സിനിമയുടെ ഇതിന് വിളിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞത് അക്കരെ സിനിമയ്ക്കകത്ത് ലാലേട്ടനോട് ശ്രീനേട്ടൻ ചോദിക്കുന്ന ചോദ്യമാണ് മീന വീട് വേണോ എന്ത് അതുപോലെ എന്ത് പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം. അതായിരുന്നു അവസ്ഥ. സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ അമേരിക്കയിലെത്തിയ ശ്രീനിവാസന്റെ അവസ്ഥയായി. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. അതിന് മുമ്പ് എന്ത് ചെയ്യണം കൊണ്ടുവന്നില്ല അമേരിക്ക കൊണ്ടുവന്ന മീനവിയിൽ ഉണ്ടാക്കണോ അത് വേണോ അതുപോലെ അല്ല ജയശ്രീക്ക് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇപ്പത്തെ ജയശ്രീയിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ ഒരു 15, 16, 17 പിമ്പിൾസ് ഒരുപാട് വരും. നല്ല പോലെ പഴംപൊരി ഞാൻ പറഞ്ഞ് പടം തീരണവരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അത് കളയരുത്. അപ്പോൾ നമ്മൾ പിമ്പിൾസ് വരുമ്പോൾ കളയാനല്ലേ കൂടുതൽ നോക്കാം. അപ്പോൾ പിമ്പിൾസ് ഇരിക്കട്ടെ, ആ പ്രായത്തിലുള്ളവർക്ക് വരുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് ക്യാരക്ടർ നല്ലതായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ചോദിച്ചു ഒരു ഡയറക്ടർ എന്റെ ഫ്രണ്ട് എന്തടാ കൊച്ചിന് മുഖക്കുരൊക്കെ ഒന്ന് മേക്കപ്പ് ഇട്ട് അത് വരുത്താൻ മാസം ആ മുഖക്കുരു നിലനിർത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ മെയിനായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടി എന്തെങ്കിലും പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് എൻ്റെ ഒരു രീതിയല്ല ടീനയ്ക്കുള്ളത്. അപ്പോൾ അത് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല ജയശ്രീനെ എപ്പോഴും നമ്മൾ കാണുന്നത് മറ്റേ സർട്ടിഫിക്കറ്റിന് വേണ്ടി കരയുന്നു, അമ്മനെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ നെഞ്ചത്തിടിച്ച് കരയുന്നു, ഇങ്ങനത്തെ പരിപാടികളാണ്. അല്ലെങ്കിൽ അണ്ണാറ കണ്ണാവ എന്ന് പറഞ്ഞ് മറ്റേ പാടിക്കൊണ്ട് കിടക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരൊറ്റ ചവിട്ടികളുടെ കൈ ഓടിക്കുന്ന പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ്. അത് പുള്ളി അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ആറ്റിറ്റ്യൂഡ് അവള് ആസ് ആൻ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് ഉത്തരം പറയാൻ. ഇതിൽ ഞാൻ ഉത്തരം പറയണ്ടെന്ന് തോന്നി. ഇപ്പൊ സിനിമയുടെ റിവ്യൂവിനെ പറ്റിയും കൂടെ ചോദിക്കുകയാണ്. ഇപ്പം മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ വന്നിട്ടുള്ള റിവ്യൂസ് ഇപ്പോൾ ലാലു അലക്സ് ചെയ്ത ക്യാരക്ടർ, പിഷാരടി ചെയ്ത ക്യാരക്ടർ, ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരിലും കുറച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ മീൻ വെച്ചിട്ടുള്ള ഫൈറ്റ്, പിന്നെ ഈ ലാസ്റ്റ് അമ്പ് വെച്ച് വിടുന്നത്, അതൊക്കെ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റിവ്യൂസ്, ഒരുപാടല്ല റിവ്യൂസിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഈ മിക്സഡ് റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂസ് എന്തായാലും നന്നായിട്ട് തന്നെ എടുക്കും. ഈ നെഗറ്റീവ് റിവ്യൂ വരുമ്പം അത് നിങ്ങൾ എല്ലാവരോടും കൂടെയാണ്, അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പം കരയിലിരുന്ന് കപ്പലോടിക്കാൻ എല്ലാവർക്കും പറ്റും, വെള്ളത്തിൽ ഇറക്കണം. അപ്പം അറിയാം തിരമാലയാണോ മറ്റതാണോ മറച്ചതാണോ എന്താണ് ഐറ്റം തന്നെ എന്നുള്ളത്. കാരണം ഈ പറയുന്ന നമുക്ക് പറയുമ്പോൾ എല്ലാം പറയാം ലോജിക്ക്. ഞങ്ങൾ തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്നിട്ട് ഭയങ്കര ലോജിക്കും മാജിക്കും പ്രതീക്ഷിച്ച് പേനയും പേപ്പറുമായിട്ട് ആരും വരരുത്, മാർക്കിടാൻ വരരുത്. നിങ്ങളൊരു സിനിമാനുഭവം, സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന അവരോട് ചോദിക്കുന്നുണ്ട്. സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന. എന്തിനാണ് ഒരു ആക്ട്രസ് മേക്കപ്പ് ഇടുന്നത്? അവരുടെ എക്സ്പ്രഷൻസ് കണ്ണിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കണ്ണിലൂടെ വരുന്ന എക്സ്പ്രഷൻസ് കുറച്ചും കൂടി ഓഡിയൻസിലേക്ക് കിട്ടും. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സിനിമാറ്റിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ അമ്പുമ്പിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്കൂളിലുള്ളതാണ് ഇതുപോലത്തെ പല കാര്യങ്ങളും. പിന്നെ ഒരു +2 സ്കൂളിലെ പിള്ളേർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അവരുടെ ക്രിക്കറ്റ് ബാറ്റും ഹോക്കി സ്റ്റിക്കും സ്റ്റമ്പും പരിപാടികളൊക്കെ വെച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ മീൻ ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്, മീനും കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല. ഞങ്ങളുടെ വരാപ്പുഴ മാർക്കറ്റിലൊക്കെ അടിയുണ്ടാകാൻ നേരത്ത് മീൻ വെച്ച് തന്നെയാണ് അടിക്കണത്. അത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ബേസ്റോണെ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ അടിക്കുന്ന അടിയൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചേട്ടന്മാർ മീനും കൊണ്ടൊക്കെ അടിച്ചിട്ട് മുള്ളുകൊണ്ട് കീറി പോണതും ഈ പരിപാടിയൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ നാടൻ തല്ല് എന്ന് പറയുന്ന പ്രയോഗത്തിൽ, അല്ലെങ്കിൽ നാടൻ ഇടി എന്ന് പറയുന്ന പ്രയോഗത്തിൽ നമ്മൾ എക്യുപ്പൈഡ് ആയിട്ടല്ല ഇടിക്കണത്. കയ്യിൽ എന്താണോ കിട്ടുന്നത് അത്, ചെടിച്ചട്ടിയാണെങ്കിൽ ചെടിച്ചട്ടി, മറ്റേ ചക്കയാണെങ്കിൽ ചക്ക, വാഴക്കൊലയാണെങ്കിൽ വാഴക്കൊല, കൈ കിട്ടണത് വെച്ച് അടിക്കണതാണ് നാടൻ തല്ലെന്ന് പറയുന്നത്. മറ്റേത് ഭയങ്കര എക്യുപ്പൈഡായിട്ട് വന്നിട്ട് തോക്ക്, മറ്റത് മറിച്ച്, വടിവാള്, കട്ടാര ഇതൊക്കെ ഇട്ട് വന്നിട്ട് ഹാഷ് ബുഷായിട്ട് കീറുന്നതാണ് മറ്റേ ഫൈറ്റ് സീക്വൻസ്. അപ്പം ഫൈറ്റിനെ അപരാധിക്കുന്നവരുടെ ആംഗിള് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ട സത്യം പറയാൻ ആവശ്യമില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, കരയിലിരുന്ന് കപ്പലോടിക്കാൻ ആർക്കും പറ്റും. മാത്രമല്ല ചേട്ടാ, 3.5 കിലോ വെയിറ്റ് ഉള്ള മീനെടുത്ത് അടിക്കണത് ചാല കയ്യിലല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എനിക്കാണ് അടി കൊണ്ടത്. അപ്പോൾ
അതിൻ്റെ ഫോഴ്സ്ഫുള്ളി നമ്മളതിൽ കാണുമ്പോഴായാലും തടിയൊക്കെ കൊണ്ട് ടീച്ചേട്ടൻ എന്താ മഞ്ഞ കളർ അല്ല 3.5 കിലോയുള്ള വാളക്കൂരിയാണ്. 3.5 കിലോ ഉണ്ട് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ അത്രയും ഇപ്പോൾ പറയുന്നവന് ചെറിയൊരു മീനോ ഒരു അയിലൊക്കെ വെച്ച് അടിക്കണമെന്ന് വെച്ചാൽ നമുക്കിത് പറയാം. പക്ഷേ ആ വെയിറ്റും അത് കറക്റ്റ് ഡീറ്റെയിലിങ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ മുള്ളിൽ കറക്റ്റായിട്ട് കൊണ്ട് ഈ എൻ്റെ ഇവിടുത്തെ രോമം വരെ കറക്റ്റ് ഫോക്കസ് ചെയ്ത് പുള്ളി കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്ത ഒരാളോ ഈ മീൻ ഫൈറ്റിനെ കുറിച്ച് സംസാരിച്ചത്? അതെ, ചെടിച്ചട്ടി അടിക്കുന്നതന്നെ പറഞ്ഞായിരുന്നു. പീറ്റർ ഹെയ്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെടിച്ചട്ടി അടിക്കാനാണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് തന്നെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചിട്ട് ചെടിച്ചട്ടിയുടെ ഇല്ലേ അത് ഫീൽ ചെയ്തല്ലോ. ഇപ്പം ഇതിൽ ഇവനെ ചെടിച്ചോട്ടുണ്ട് അടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ട് കാണുന്ന ഏതൊരു ആൾക്കും അശു എന്നേ പറയാനുള്ളൂ. തിയേറ്ററിൽ നമ്മൾ കേട്ടതാ ലൈവായിട്ട്. എൻ്റെ മൂക്കിൽ നിന്ന് ഞാൻ എന്നിട്ട് പിഴിഞ്ഞപ്പോൾ ബ്ലഡ് വന്നു. മീൻസ് ആ ചെടിച്ചെടിക്കകത്ത് ചകിരിച്ചോറുണ്ട്. അപ്പോൾ ഈ ചോറും ഒക്കെ ഇതിനകത്ത് കയറിയിട്ട് ഞാൻ പിഴിഞ്ഞ സമയത്ത് ബ്ലഡ് വന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും ഫുള്ള് നിറഞ്ഞിരുന്നിട്ട് ബ്ലഡ് വന്നു. ആ മൂക്കിപ്പോഴും തുറന്നിട്ടില്ല തോന്നല്ലേ? അല്ല, അടഞ്ഞിരിക്കുകയാണ്. അതെ അതെ. എല്ലാരും വീഡിയൻ ചന്തു കാണണം. വീഡിയൻ ചന്തുവിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു. സിനിമ 4 ഷോന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ എല്ലാരും എന്തായാലും ഇടിയൻ ചന്ത് പോയി കാണാം. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും. എംപ്യൂർ എന്നൊരു ഡ്രിങ്ക് ആണ്. പുലയിൽ എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. എല്ലാരും അപ്പോൾ ഇവര് ഗിഫ്റ്റ് കിട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ? അപ്പോൾ ഇടിയൻ ചന്തുവിൻ്റെ ഇന്ന് തീരാത്ത അത്രയും വിശേഷങ്ങളുണ്ട് നമുക്ക്. പക്ഷേ ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു.